സ്റ്റോറി ജായിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് അലാവുദ്ദീനും അത്ഭുതവിളക്കും എന്ന കഥയുടെ 2ാം ഭാഗമാണ്. അമ്മയും മകനും വയറ് നിറയെ ആസ്വദിച്ച് ആഹാരം കഴിച്ചു. അങ്ങനെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞു. അലാവുദ്ദീനും അമ്മയും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാനായി വീണ്ടും വീണ്ടും ഭൂതത്തെ വിളിക്കാൻ മടിച്ചു. അവർ ആ വെള്ളിപ്പാത്രങ്ങൾ കടയിൽ കൊണ്ടുപോയി വിറ്റു. കിട്ടിയ പണം കൊണ്ട് നിത്യവൃത്തി കഴിഞ്ഞുപോയി. വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം അലാവുദ്ദീൻ തെരുവിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു രാജവിളംബരം അവൻ കേട്ടു. ആ നഗരത്തിലൂടെ സുൽത്താൻ്റെ മകൾ പല്ലക്കിൽ വരുന്നുണ്ട്. ആയതിനാൽ എല്ലാവരും കടകൾ അടച്ച് അകത്തിരിക്കണമെന്നും അതിസുന്ദരിയായ അവളെ ആരും കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ അലാവുദ്ദീൻ ആവട്ടെ ആ സുന്ദരിയെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. അവളെ കാണാൻ എന്താ ഒരു വഴി എന്ന് ആലോചിച്ച് നിന്നപ്പോൾ ഒരു കടയുടെ പുറകിലായി കുറച്ച് അനാവശ്യ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് അലാവുദ്ദീൻ്റെ കണ്ണിൽപ്പെട്ടു. അലാവുദ്ദീൻ ഉടനെ അങ്ങോട്ട് പോയി അതിൻ്റെ പിന്നിലായി ഒളിച്ചിരുന്നു. അപ്പോൾ തന്നെ പല്ലക്ക് വന്നു. പല്ലക്കിനുള്ളിലെ അവളെ കാണാനായി അവൻ വെമ്പൽ പൂണ്ട് നിന്നപ്പോൾ പല്ലക്കിൻ്റെ മൂടുപടം ഒരു ഇളം കാറ്റിനാൽ പതിയെ മാറ്റപ്പെട്ടു. അവൻ അവളെ കണ്ടു. കണ്ടതും അവൻ അവളോട് പ്രണയം തോന്നി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ ഉറപ്പിച്ചു, ഇവൾ എൻ്റെ ജീവിതസഖിയാണ്. ഇവളെയല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. അവളുടെ സൗന്ദര്യത്തിൽ അവൻ സ്വയം മറന്നു. പല്ലക്ക് പോയ പാടെ അവൻ അവൻ്റെ അമ്മയുടെ അടുക്കലേക്ക് ഓടി. അമ്മയോട് ചെന്നിട്ട് ചോദിച്ചു, അമ്മേ, അമ്മ സുൽത്താൻ്റെ മകളെ കണ്ടിട്ടുണ്ടോ? അമ്മ പറഞ്ഞു, ഇല്ല. എത്ര സുന്ദരിയാണവൾ. അമ്മ ഒരു കാര്യം ചെയ്യണം, നാളെ തന്നെ സുൽത്താൻ്റെ അടുക്കലേക്ക് പോകണം. എന്നിട്ട് അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ പറയണം. ഇത് കേട്ട ആ മാതാവ് തൻ്റെ മകന് ഭ്രാന്താണോ എന്ന് സംശയിച്ചു. മകനെ, നീ എന്താ ഈ പറയുന്നേ? സുൽത്താൻ്റെ മകളെ നേരെ നിന്നൊന്ന് നോക്കാൻ പോലും ഉള്ള അവകാശം നമുക്കില്ല. അപ്പോഴാണോ വിവാഹം ആലോചിക്കുന്നേ? വെറുതെ ഭ്രാന്ത് പറയാതെ നീ. അവൻ പറഞ്ഞു, അമ്മ എങ്ങനെയെങ്കിലും ഈ ആഗ്രഹം സാധിച്ചു തരണം. ഇല്ലേൽ ഞാനിവിടെ ജലപാനമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കും. പാവം ആ അമ്മ ആകെ ദുഃഖിതയായി. അപ്പോൾ അലാവുദ്ദീൻ പറഞ്ഞു, അമ്മേ, നമ്മുടെ കയ്യിൽ ആ ഗുഹയിൽ നിന്നും കിട്ടിയ വിചിത്രങ്ങളായ രത്നങ്ങളും മുത്തുകളും കൊണ്ട് സുൽത്താൻ്റെ മുന്നിൽ ചെല്ലൂ. അപ്പോൾ സുൽത്താൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ലാത്ത തരം വിചിത്രമാർന്ന അവ കണ്ടിട്ട് ചിലപ്പോൾ തൻ്റെ മകളെ വിവാഹം കഴിച്ചു തരാൻ തയ്യാറായാലോ? അപ്പോൾ ആ പാവം അമ്മയ്ക്ക് ചെറിയൊരു പ്രതീക്ഷ തോന്നി. തൻ്റെ മകൻ്റെ നിർബന്ധത്തെ തുടർന്ന് ആ അമ്മ സുൽത്താൻ്റെ അടുക്കലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ കാവൽക്കാർ അവരെ കടത്തിവിട്ടില്ല. അവർ തൻ്റെ കയ്യിലുള്ള നിധി അവരെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് സുൽത്താന് കാണിക്ക വെക്കാൻ വന്നതാണ് എന്ന്. അത് കേട്ട കാവൽ ഭടന്മാർ വിവരം സുൽത്താനെ അറിയിച്ചു. സുൽത്താൻ അവരോട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അവർ സുൽത്താൻ്റെ മുന്നിലെത്തി. സുൽത്താനെ കണ്ടതും അവർക്ക് പേടി തോന്നി. എങ്കിലും തൻ്റെ മകൻ പട്ടിണി കിടന്ന് മരിക്കുമല്ലോ എന്നോർത്തപ്പോൾ അവർ കാര്യം പറയാൻ തീരുമാനിച്ചു. അവർ സുൽത്താനോട് പറഞ്ഞു, അല്ലയോ പ്രഭു, എൻ്റെ കയ്യിലുള്ള ഈ നിധി അങ്ങ് സ്വീകരിച്ചാലും അടിയനൊരു കാര്യം അങ്ങയോട് പറയാനുണ്ട്. സുൽത്താൻ പറഞ്ഞു, എന്താണ്? പറഞ്ഞോളൂ. എൻ്റെ മകൻ അലാവുദ്ദീന് അങ്ങയുടെ മകളെ വിവാഹം കഴിക്കാൻ അതിയായ ആഗ്രഹമാണ്. ഇല്ലെങ്കിൽ അവൻ പട്ടിണി കിടന്ന് മരണം വരിക്കും എന്നാണ് പറയുന്നത്. ഇത് കേട്ട സുൽത്താനും അവിടെയുള്ളവരും കൂട്ടച്ചിരി. അവർക്ക് ചിരി അടക്കാനായില്ല. പക്ഷേ ആ വിചിത്രങ്ങളായ രത്നങ്ങളും മുത്തുകളും അപ്പോഴാണ് സുൽത്താൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ സുൽത്താൻ ചിരി നിർത്തി. സുൽത്താന് നേരെ ആ അമ്മ നീട്ടിപ്പിടിച്ച നിധി കണ്ട് സുൽത്താൻ അത് വാങ്ങി. എന്നിട്ട് ചോദിച്ചു, ഇത്രയും വിചിത്രവും മനോഹരവുമായ രത്നങ്ങൾ ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടില്ല. അതിരിക്കട്ടെ, നിങ്ങളുടെ മകൻ എൻ്റെ മകൾക്ക് യോഗ്യനാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യൂ. ഈ കൊട്ടാരത്തിൽ അവൾ കഴിയുന്നതിലും സുഖസൗകര്യത്തോടെ അവൾക്ക് കഴിയാനായ എല്ലാം കരുതി വയ്ക്കൂ. ഞാൻ നിനക്ക് 7 ദിവസം സമയം തരും. അതിനിടയിൽ ഇതെല്ലാം കരുതി വെച്ച് നിന്റെ മകൻ എൻ്റെ മുന്നിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വരട്ടെ. അപ്പോൾ ഞാൻ ആലോചിക്കാം അവൻ എൻ്റെ മകൾക്ക് അനുയോജ്യനാണോ എന്ന്.
ആ സ്ത്രീ ഉടൻ തന്നെ തൻ്റെ മകൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട അലാവുദ്ദീൻ ഉറക്കെ ചിരിച്ചു. അവന് സന്തോഷമായി. അവൻ അമ്മയോട് പറഞ്ഞു, 7 ദിവസമോ? അല്ല, ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യും. ഉടൻ തന്നെ അവൻ ആ വിളക്കെടുത്തു. അതിലൊന്ന് തുടച്ചു. പെട്ടെന്ന് തന്നെ ഭൂതം പ്രത്യക്ഷപ്പെട്ടു. യജമാനനെ, എന്താണ് ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും അലാവുദ്ദീനും അമ്മയും കണ്ണുകളെ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. എന്നിട്ട് അവൻ ആ ഭൂതത്തോട് പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു വെണ്ണക്കൽ കൊട്ടാരമുണ്ടാക്കണം. ആ കൊട്ടാരം സുൽത്താൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിലായിരിക്കണം. അതിൽ ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. പിന്നെ 40 അടിമകളെ വേണം. അവരുടെ കയ്യിൽ നിറയെ രത്നങ്ങളും മുത്തുകളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ വേണം. പിന്നെ 20 സുന്ദരികൾ. അവരുടെ കൈകൾ നിറയെ സ്വർണ്ണ നാണയങ്ങൾ വേണം. ഞാൻ പോകുന്ന വഴിയിലൂടെ കാണുന്നവർക്കൊക്കെ അവർ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു പോകണം. കൂടാതെ എന്നെ അതിസുന്ദരനായ ഒരു രാജകുമാരനായ പോലെ ഒരുക്കണം. പിന്നെ ഒരു മിടുമിടുക്കനായ കുതിരയെ വേണം. ആര് കണ്ടാലും നോക്കുന്ന ഒരു കുതിര. ഇതൊക്കെ കേട്ട ഭൂതം പറഞ്ഞു, ശരി യജമാനനെ, എല്ലാം അങ്ങ് പറഞ്ഞ പോലെ തന്നെ ആവട്ടെ. പെട്ടെന്ന് തന്നെ അതെല്ലാം അങ്ങനെ തന്നെ സംഭവിച്ചു. നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കി നിൽക്കെ അലാവുദ്ദീൻ സുൽത്താൻ്റെ കൊട്ടാരത്തിലേക്ക് രാജകീയ പ്രൗഢിയിൽ പോയി. അലാവുദ്ദീൻ്റെ ആ വരവ് കണ്ട് സുൽത്താനും കൊട്ടാരത്തിലുള്ളവരും എല്ലാം അമ്പരന്ന് നിന്നു. സുൽത്താന് സന്തോഷമായി. അങ്ങനെ അദ്ദേഹം അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. അലാവുദ്ദീൻ്റെ ഈ അവിശ്വസനീയമായ വളർച്ച നാടാകെ ചർച്ചാവിഷയമായി. അങ്ങനെ ആ വാർത്ത മറ്റു നാട്ടിലേക്കും പടർന്നു. അങ്ങനെ അത് ആ ദുർമന്ത്രവാദിയുടെ ചെവിയിലുമെത്തി. അയാൾക്ക് സഹിക്കാനായില്ല. എന്താണൊരു വഴി? എങ്ങനെയെങ്കിലും ആ വിളക്ക് കൈക്കലാക്കണം. അയാൾ ആലോചിച്ചു. പെട്ടെന്ന് തന്നെ അയാൾക്കൊരു ബുദ്ധി ഉദിച്ചു. ഒരു വിളക്ക് കച്ചവടക്കാരൻ്റെ രൂപം മാറി അവിടെ ചെല്ലാം. പഴയ വിളക്ക് തന്നാൽ പുതിയത് മാറ്റിത്തരാം എന്നു പറയാം. എത്രയും വേഗം അയാൾ അങ്ങോട്ട് തിരിച്ചു. അയാൾ ആ കൊട്ടാരത്തിൻ്റെ വാതിക്കൽ ചെന്നു. എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടു. അതിനുശേഷം ഉറക്കെ വിളിച്ചു പറഞ്ഞു, പഴയ വിളക്ക് തന്നാൽ മാറ്റി പുതിയത് തരാം. അപ്പോൾ രാജകുമാരിയായ അലാവുദ്ദീൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ചെവിയിൽ ആരോ പറയുന്നത് പോലെ തോന്നി. തങ്ങളുടെ അന്തഃപുരത്തിലിരിക്കുന്ന ആ പഴയ വിളക്ക് കൊടുത്തിട്ട് പുതിയത് വാങ്ങിയാലോ എന്ന്. ആ മനോഹരമായ പുതിയ കൊട്ടാരത്തിൽ ആ വിളക്ക് മാത്രം പഴയ ഒരു ഭംഗി കുറഞ്ഞ വിളക്കായി അവൾക്ക് തോന്നി. ആ മന്ത്രവാദിയുടെ മന്ത്രം കൊണ്ട് അവൾക്ക് ആരോ തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് പോലെ തോന്നി. അവൾ ആ വിളക്ക് തോഴിമാരുടെ കയ്യിൽ കൊടുത്തിട്ട് പഴയത് മാറ്റി പുതിയത് വാങ്ങാൻ പറഞ്ഞു. ഉടൻ തന്നെ അത് മന്ത്രവാദിയുടെ കയ്യിൽ കിട്ടി. അയാൾ സന്തോഷത്തോടെ ആ വിളക്ക് വാങ്ങി. എന്നിട്ട് അതിലൊന്ന് തുടച്ചു. ഭൂതം പ്രത്യക്ഷപ്പെട്ടു. മന്ത്രവാദി ഭൂതത്തോട് ആജ്ഞാപിച്ചു, എത്രയും പെട്ടെന്ന് ഈ വെണ്ണക്കൽ കൊട്ടാരവും രാജകുമാരിയെയും എൻ്റെ നാട്ടിൽ കൊണ്ടുവന്നാക്കൂ എന്ന്. അതുപോലെ തന്നെ ഭൂതം ചെയ്തു. രാജകുമാരിയും കൊട്ടാരത്തിലുള്ളവരും പേടിച്ചു വിറച്ചിരുന്നു. ഈ കഥയുടെ അവസാന ഭാഗം നാളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കാണണേ.